11-ൽ വിനിയും എംബാപ്പയും ഗുള്ളറും ഫെഡറിക്കോ വൽവർഡെയും, ബെഞ്ചിൽ ജൂഡ് ബെല്ലിംഗ്ഹാമും ബ്രാഹിം ഡിയാസും പോലെയുള്ളവർ വേറെയും. ബെർണബ്യൂവിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് രാവിൽ ജയിക്കാൻ പോകുന്ന എല്ലാം ഒത്തുവന്നിട്ടും ഇന്നലെ റയൽ തോറ്റു. അല്ല, ഒരു 40കാരൻ അവരെ തോൽപ്പിച്ചു. പേര് മാനുവൽ പീറ്റർ നോയർ. 21 ഷോട്ടിൽ 10 എണ്ണവും ടാർഗറ്റിലടിച്ചിട്ടും റയലിന് ഇന്നലെ രക്ഷയുണ്ടായിരുന്നില്ല. ആകെ പിറന്നത് ഒരൊറ്റ ഗോൾ മാത്രം. ഒരു 20കാരൻ്റെ ചെറുപ്പമോടെ ന്യൂയർ ബയൺ ഗോൾ വലക്ക് മുന്നിൽ നിലയുറപ്പിച്ചപ്പോൾ റയലിൻ്റെ എണ്ണം പറഞ്ഞ സ്ട്രൈക്കർമാരൊക്കെയും നോക്കുകുത്തികളായി. കൃത്യമായിരുന്ന ഔട്ടിങ്ങിലൂടെയും തൻ്റെ സ്ഥിരം സ്വീപ്പിംഗ് ടെക്നിക്കിലൂടെയും 9 ഷോട്ടുകളാണ് ന്യൂയർ തടുത്തിട്ടത്. ന്യൂയറിനൊപ്പം ബയൺ മുന്നേറ്റ നിരയും മികവ് കാട്ടിയപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം ബയൺ ചാമ്പ്യൻസ് ലീഗിൽ റയലിനെ വീഴ്ത്തി. 2001 ശേഷം ബെർണബ്യൂവിൽ ജയിച്ചിട്ടില്ല. എഫ് ഹെയ്ൻകെസ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം റയലിനെ ചാമ്പ്യൻസ് ലീഗിൽ വീഴ്ത്തിയിട്ടില്ല. നാണക്കേടിൻ്റെ ഒരു പിടി റെക്കോർഡുകൾ തിരുത്തി കുറിക്കാനാണ് വിൻസെൻ്റ് കോമ്പനിയും സംഘവും ഇന്നലെ മാഡ്രിഡിലേക്ക് വണ്ടിയേറിയത്. ആരുടെ നെഞ്ചിലേക്കും കുത്തിയിറക്കാൻ മൂർച്ചയുള്ള തൻ്റെ മുന്നേറ്റ നിരയിൽ തന്നെയായിരുന്നു കോമ്പനിയുടെ വിശ്വാസം. ലൂയിസ് ഡിയാസ്, ഗ്നാബ്രി, ഹാരി കെയ്ൻ, മൈക്കൽ ഒലീസെ എന്നിവർ ഒന്നിക്കുമ്പോൾ പാറ പോലുറച്ച ഏതൊരു പ്രതിരോധ കോട്ടയിലും വിള്ളൽ വീഴും. മറുപുറത്ത് റയലിൻ്റെ സ്ഥിതിയും അതുതന്നെ. എംബാപ്പയിലും വിനിയിലും തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ. ഇരുവരും ചേർന്ന് ബയണിൻ്റെ കത്രികപ്പൊട്ടിനെ അനായാസം മറികടക്കുമെന്ന് തന്നെയായിരുന്നു അവർ കരുതിയത്. അങ്ങനെ കളി തുടങ്ങി. ഒരറ്റത്ത് ഒലീസെ മാജിക്കിൽ വിശ്വാസമർപ്പിച്ച് ബയൺ കാത്തിരുന്നപ്പോൾ മറുപുറത്ത് എതിർ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലോങ് പാസുകളിലായിരുന്നു റയലിൻ്റെ ടാക്ടിക്സ്. മിഡ്ഫീൽഡർമാർ നീട്ടി നൽകുന്ന പന്തിലേക്ക് വിനിയും എംബാപ്പയും ചാട്ടുലുക്കനൊക്കെ പാഞ്ഞെടുത്തു. കിട്ടിയ അവസരങ്ങളൊക്കെയും വലയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അവയോടെല്ലാം ഒരു ബിഗ് നോ പറയാനായിരുന്നു ന്യൂയറിൻ്റെ തീരുമാനം. പ്രായം പോലും മൂക്കത്ത് വിരൽ വെക്കുന്ന ഫ്ലെക്സിബിലിറ്റിയോടെ താരം കളന്നിറഞ്ഞപ്പോൾ ആ പഴയ പ്രൈം മാനുവൽ നോയറിൻ്റെ ഓർമ്മകൾ ചിലർക്കെങ്കിലും വന്നു കാണണം. മറുപുറത്ത് ഉപ്പമെക്കാനോയിലൂടെ ബയൺ ഒരു സുവർണാവസരം വീണ് കിട്ടി. ഗോളെന്ന് സകലരും ഉറപ്പിച്ച ഒരവസരം. പക്ഷേ റയലിൻ്റെ രക്ഷകനെ അവതരിച്ച അൽവാരോ കരാർസ് പന്ത് ഗോൾ വരയിൽ നിന്നും തട്ടിയകറ്റി. പിറ്റാർച്ചിൻ്റെ മൈനസ് പാസിൽ നിന്നും ലൂയിസ് ഡിയാസിനും ഒരു അവസരം ലഭിച്ചു. പക്ഷെ അവിടെയും റയലിൻ്റെ ഭാഗ്യം കാത്തു. ഗോൾ രഹിത ആദ്യ പകുതി ഉറപ്പിച്ചെടുത്താണ് 41-ാം മിനിറ്റിൽ ലൂയിസ് ഡിയാസിൻ്റെ ഗോൾ വരുന്നത്. ഒരു പെർഫെക്റ്റ് ടീം ഗെയിമിനൊടുവിൽ ഗ്നാബ്രിയുടെ പാസിൽ ഡിയാസ് നടത്തിയ ഒരു ക്ലിനിക്കൽ ഫിനിഷ്. റയൽ താരങ്ങൾ ഹാൻഡ്ബോൾ അപ്പീൽ നടത്തുമ്പോൾ തൻ്റെ സ്ഥിരം ഫിസ്റ്റ് പഞ്ച് സെലിബ്രേഷനുമായി ഡിയാസ് ബെർണബ്യൂ ഗാലറിയെ നിശബ്ദതയിലേക്ക് തള്ളിവിട്ടു. ആദ്യ പാദത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ. റയലിനെ സംബന്ധിച്ച് അതത്ര വലിയ കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ചും ബെർണബ്യൂവിൽ. റെമോൺടാഡകൾ അനവധി കണ്ട മണ്ടാണത്. അത്തരമൊരു കംബാക്ക് സ്വപ്നം കണ്ട് തന്നെയാണ് അവർ ഇടവേളക്ക് പിരിഞ്ഞതും. പക്ഷേ ബയണിൻ്റെ പ്ലാൻ വേറെയായിരുന്നു. ആദ്യ ഗോളിൻ്റെ ആഘാതത്തിൽ നിന്നും റയൽ കരകയറും മുമ്പേ വീണ്ടും പ്രഹരമേൽപ്പിക്കുക. തളർന്നിരിക്കുന്ന എതിരാളികൾക്ക് മേൽ വീണ്ടും ഗോൾ നേടി മത്സരത്തിൻ്റെ പൂർണ്ണാധിപത്യം കയ്യിലാക്കുക. രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ കെയ്നിൻ്റെ ഗോളിലൂടെ അവരത് നടപ്പാക്കുകയും ചെയ്തു. ഗോൾ നേടിയത് കെയ്നാണെങ്കിലും അതിൻ്റെ മാർക്ക് കൊടുക്കേണ്ടത് ഒലീസയ്ക്ക് തന്നെയാണ്. എന്തു മനോഹരമായാണ് അയാൾ വലതു വിങ്ങിൽ ആ ഗോൾ നെയ്തെടുത്തത്. മൈക്കിൾ മാജിക്കൽ ഒലീസെ എന്ന തൻ്റെ വിശേഷണം എങ്ങനെ കിട്ടിയെന്നതിന് തെളിവായി വേണമെങ്കിൽ ഈ ഗോൾ കാണിച്ചു കൊടുക്കാം. 8 ഗോളും 8 അസിസ്റ്റുമായി 16 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന മാജിക്കൽ നമ്പറിലേക്ക് ഒലീസെ അങ്ങനെ കാലെടുത്തു വെച്ചു. ആ ഗോൾ അല്പമൊന്നുമല്ല റയലിന് മുറിവേൽപ്പിച്ചത്. ഒരറ്റത്ത് തങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ബയൺ വല നിശ്ചലമായി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് സ്വന്തം പോസ്റ്റിൽ കയറിയത് 2 ഗോളുകളാണ്. പിറ്റാർച്ചിനെ പിൻവലിച്ച് ബെല്ലിംഗ്ഹാമിനെയും ഹ്യൂസിന് പകരം മിലിറ്റാവോയെയും അർബലോ കളത്തിലിറക്കി. ജമാൽ മുസിയാല, അൽഫോൺസോ ഡേവിസ് എന്നിവർ ബയണിനായും വന്നു. ഒടുവിൽ 75-ാം മിനിറ്റിൽ റയലിൻ്റെ ഗോൾ വന്നു. വലതു വിങ്ങിൽ നിന്നും തളികയിലെന്നോണം ട്രെൻഡ് നീട്ടി നൽകിയ പന്ത് എംബാപ്പ വലയിലേക്ക് ചെത്തിയിട്ടു. പക്ഷേ അപ്പോഴും അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ മാനുവൽ നോയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അടിയറവ് വെക്കാൻ താൻ ഒരുക്കമല്ല എന്നൊരു മനോഭാവമായിരുന്നു അയാൾക്ക് ഈ മത്സരം മുഴുവനും ഉണ്ടായിരുന്നത്. റയലിന് പിന്നെയും അവസരങ്ങൾ ഏറെ ലഭിച്ചു. പക്ഷേ ന്യൂയറിന് വീഴ്ത്താൻ പോകുന്ന മിടുക്കൊന്നും അവർക്കില്ലാതെ പോയി. അയാൾ കോട്ട കെട്ടിക്കാത്ത ഗോൾ വല പിന്നെ അനങ്ങിയതുപോലുമില്ല. ഒടുക്കം 4 മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് റഫറി ഫുൾ ടൈം വിസിൽ മുടക്കുമ്പോൾ കണ്ണുകളെല്ലാം അലിയൻസ് അരീനയിലേക്കാണ് നീങ്ങുന്നത്. ബയണിനെ തോൽപ്പിക്കാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തങ്ങളാണെന്ന് വെല്ലുവിളിച്ച എംബാപ്പയ്ക്കും ഈ കളി ജയിക്കാൻ ഒലീസയെ താൻ വേണമെങ്കിൽ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച കമാവിങ്ങൾക്കും മുന്നിലുള്ള അവസാന അവസരം. തൻ്റെ മിടുക്കെന്നത് തെളിയിക്കാൻ അറബലോക്ക് കിട്ടാൻ പോകുന്ന വൺ ലാസ്റ്റ് ചാൻസ്. സമ്മർദ്ദങ്ങൾ ഏറെയുണ്ടെങ്കിലും ബയണിനെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തി അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്നാണ് അറബലോ പറയുന്നത്. എംബാപ്പയ്ക്ക് മേൽ ജൊനാഥൻ താ നടത്തിയ ടാക്കലിന് എന്തുകൊണ്ട് റഫറി റെഡ് കാർഡ് നൽകിയില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സസ്പെൻഷൻ മൂലം ഷോമെനി അടുത്ത മത്സരം കളിക്കില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ആ റോൾ ലൈനപ്പിൽ ആരെ ഏറ്റെടുക്കുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. കംബാക്കുകൾ പലതും മുമ്പും കണ്ട ഈ ഫിക്ചറിൽ എന്ത് അത്ഭുതമാവും നമ്മളെ കാത്തിരിക്കുന്നത്? ആ ഉത്തരത്തിന് ഇനി 9 ദിവസത്തെ ദൂരം മാത്രം.